ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, നിഫ്റ്റിയുടെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ലെവൽസ് മാർക്ക് ചെയ്യണം, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവാണ്. അപ്പം ഇത് നമ്മൾ നിഫ്റ്റിയിലെ ഒരു പ്രൈസ് ആക്ഷൻ വ്യൂവിലുള്ള, അതായത് സ്പോട്ട് പ്രൈസിന്റെ പ്രൈസ് ആക്ഷൻ വ്യൂവും അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ ലെവൽസ് എല്ലാം ഒരു 98% ആണെങ്കിലും മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഏത് ലെവൽ വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട്, സോറി, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നാളത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു ലെവൽസ് ആണ്. അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ ഒരു ലെവൽ കഴിഞ്ഞ രണ്ട് തവണ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പം നാളെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 23,350 മുതൽ 23,385 ലെവൽ എന്ന നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യുകയാണ്, റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 23,200 സപ്പോർട്ടാണ്, അതുപോലെ 23,100, അതുപോലെ തന്നെ 23,000 ലെവലിൽ സ്ട്രോങ് സപ്പോർട്ടാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവല് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 22,385 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സസ്റ്റെയിൻ ആ ഒരു ലെവല് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 23,600 എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അടുത്ത ആഴ്ചയിൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 23,840 ലെവലിലേക്ക് നിഫ്റ്റി എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അടുത്ത ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. നിങ്ങളിത് മാർക്ക് ചെയ്ത് നോക്കുക. 23,840 മുതൽ 23,933 വരെയുള്ള ആ ഒരു ഏരിയ നിങ്ങൾ റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് കണ്ട നെക്സ്റ്റ് വീക്കിൽ ഏതെങ്കിലും ദിവസം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് പ്രൈസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഓർഡർ ഫ്ലോയിലൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സൽ പാറ്റേൺ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും ആ ഒരു ഓർഡർ ഫ്ലോയിനെ ബേസ് ചെയ്തുള്ള റിവേഴ്സൽ പാറ്റേൺസ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൈസ് റിജക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നാളെ ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതായത് 23,000 മുതൽ 22,900 വരെയുള്ള ആ ഒരു ഏരിയ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം 22,900 താഴെ മാത്രം ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് 22,700 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു 5 മിനിറ്റിന്റെ ക്യാനിൽ ബ്രേക്ക്ഔട്ട് ചെയ്താൽ ഒരു 50 മിനിറ്റിന്റെ ക്യാനിൽ കുറച്ച് സമയം മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയേഴ്സിന്റെ ഏരിയ ആയതുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ചിലപ്പം റിജക്ട് ചെയ്യാനുള്ള ഒരു ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 22,700 നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 22,465 ലെവലിൽ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ലെവൽ മാർക്ക് 22,284 മുതൽ 22,240 വരെയുള്ള ലെവൽ ഒരു സപ്പോർട്ടാണ്, ഒരു നോൺ ട്രേഡിംഗ് സോൺ ആണ്, സപ്പോർട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഒരു ഡൗൺഫാൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് 21,960 മുതൽ 21,740 വരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ്. അപ്പൊ നിങ്ങൾ 22,000 മുതൽ 21,740 വരെയുള്ള ഈ ഒരു ഏരിയ നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് സപ്പോർട്ട് സോണാണ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് എൻട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു ലെവൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഫർദർ ഫാള് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിലെ താഴെ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു ഡൗൺ മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ചെറിയ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ ഞാൻ നേരെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്, ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വാല്യൂ ഏരിയ ഹൈയും അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,323 ലെവലാണ് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,170 ലെവലാണ്, ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പം ഈ വാല്യൂ ഏരിയന്റെ ഉള്ളിൽ, അപ്പൊ അതായത് ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് പോകാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ കാണാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ ഏതെങ്കിലും സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ ട്രേഡിനാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു POC ലെവൽ നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നിഫ്റ്റിയുടെ POC എന്ന് പറയുന്നത് 23,225 ആ ഒരു ലെവലാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നാളത്തേക്ക് വേറെ ഇമ്പോർട്ടന്റ് ലെവൽസ് ഒന്നുമില്ല. അപ്പം ഈ ഒരു ലെവൽസ് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ മുകളിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ട്രെൻഡിങ് ആനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നാളത്തെ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസും പ്രൈസ് ആക്ഷൻ നോക്കി മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്കിലും നമുക്ക് ഈ ഒരു ലെവലിന് മുകളിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡിങ് ആനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഒരു വാല്യൂ ഏരിയയുടെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ട്രെൻഡിങ് ആണുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു ഏരിയന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു POC ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലെവലിൽ നിന്ന്, ഈ ഒരു വാല്യൂ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും സ്പോട്ട് പ്രൈസിന്റെ ചാർട്ട് മാത്രമാണ് നോക്കാറുള്ളത്. അപ്പം ഞാൻ പേഴ്സണലി മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിന്റെ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പല ലെവൽസും വളരെ പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.